മലബാറിന്റെ ടൂറിസം വികസനം കേരളത്തിന്റെ ആകെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പേരാമ്പ്ര മണ്ഡലത്തിലെ ചേർമല കേവ് പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഖജനാവിലേക്ക് ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ അധികമായി വന്ന വരുമാനം 32 കോടി രൂപയാണ് എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. 5 ലക്ഷത്തോളം മനുഷ്യരാണ് അങ്ങനെ റൂം ബുക്ക് ചെയ്തത്. അതിൽ വലിയൊരു ശതമാനം സഞ്ചാരികളായി. പേരാമ്പ്ര റെസ്റ്റ് ഹൗസിലെ മാത്രം കളക്ഷൻ ഞാൻ പരിശോധിച്ച് നോക്കി, എത്രയോ ഇരട്ടി വർദ്ധിച്ചു. ഇത് സഞ്ചാരികൾ കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് സഹായകരമായി മാറി. സർക്കാർ സംവിധാനങ്ങളിലെ ഭൂമി PPP മോഡലിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ അനുവദിക്കുന്ന സ്ഥിതി പെട്ടെന്ന് അനുവദിക്കാൻ പറ്റി. കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ, ഉദുമ എന്ന ഒരു പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടലാണ് വന്നത്. 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടലിന് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നടത്തിയത്. ഒരു 6 മാസം 3 5 സ്റ്റാർ ഹോട്ടൽ. ഇന്ത്യയിൽ ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുള്ള സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ്. ഇതിന്റെ ഭാഗമായി മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ വരുന്ന സ്ഥിതിയുണ്ടായി. പിന്നെ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സൗകര്യമാണ്. അതിന് മലയോര ഹൈവേ, തീരദേശ ഹൈവേ, പുതിയ റോഡുകൾ, BMMBC റോഡുകൾ, മുടങ്ങിപ്പോയി എന്ന് കരുതിയ ദേശീയപാത 66 വികസനം. മുടങ്ങിപ്പോയി എന്ന് കരുതിയ ദേശീയപാത 66 ഓഫീസും കൂട്ടി 2014 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോയതാണ്. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട DPO ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് അന്ന് പ്രകടന പത്രികയിൽ അടച്ചുപൂട്ടിയ ദേശീയപാത പ്രവർത്തനം, മുടങ്ങിപ്പോയ ദേശീയപാത 66 പ്രവർത്തനം യാഥാർത്ഥ്യമാക്കാൻ ഇടപെടുമെന്ന് എഴുതിയതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മറ്റു വഴികളില്ലാത്തതിന്റെ ഭാഗമായി ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ കൂടി പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. 5600 കോടി. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പദ്ധതി ചില റീച്ചുകൾ അതിൽ കരാറുകാരുടെ അനാസ്ഥ കാരണം പ്രയാസപ്പെട്ടു. അതിലൊരു റീച്ചാണ് നമ്മുടെ വെങ്ങളം അഴിയൂർ റീച്ച്. എന്നാൽ കേരളത്തിൽ ദേശീയപാത 66 ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്ന പദ്ധതി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി 450-ലധികം കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന ചേർമലയുടെ നെറുകയിൽ നടന്ന ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ചേർമല കുന്നിൻമുകളിൽ 2.10 ഏക്കർ സ്ഥലത്ത് ടൂറിസം വകുപ്പ് അനുവദിച്ച 3.72 കോടി രൂപ വിനിയോഗിച്ചാണ് ഓപ്പൺ എയർ തിയേറ്റർ ഉൾപ്പെടുന്ന പാർക്ക് വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയത്. സർക്കാരിന് കീഴിലുള്ള കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. നടപ്പാതകൾ, ടിക്കറ്റ് കൗണ്ടർ, ശൗചാലയം, കഫ്റ്റീരിയ, ഉൽപ്പന്ന വിപണന കേന്ദ്രം, സ്റ്റേജ്, ചുറ്റുമതിൽ, LED വിളക്കുകൾ, പ്രവേശന കവാടം എന്നിവ ഉൾപ്പെടെയാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ചേർമലയിലെ നരിമഞ്ച എന്നറിയപ്പെടുന്ന ഗുഹയും സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. ചടങ്ങിൽ TP രാമകൃഷ്ണൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം KK ഹനീഫ, KTIL ചെയർമാൻ SK സജീഷ് എന്നിവർ സംസാരിച്ചു.